ഹൈ ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു വിഭവമായിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് യാത്രയ്ക്ക് പറ്റിയ ഒരു വിഭവമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് കുറച്ച് ഇഡ്ഡലി മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. യാത്രയ്ക്ക് ഇഡ്ഡലി മാവോ എന്ന് ചോദിക്കും. നോക്കാം. നമുക്ക് കുറച്ച് തേങ്ങാപ്പീര വെച്ചിട്ടുണ്ട്, ഒരു 3 ചെറിയ ഉള്ളി, 3 പച്ചമുളക്, ഒരു സവാള, കുറച്ച് മുളക് പൊടി, ഉപ്പ്, ഇത്രയുമുണ്ട്. നമുക്ക് നോക്കാം എന്താണെന്ന്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ വെച്ചിട്ടുണ്ട്. അതായത് തേങ്ങ, ആ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇഞ്ചിയുണ്ട്. നമ്മളിതൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാൻ പോവാണ്. നമ്മളിവിടെ മിക്സിയിലിട്ടുകൊണ്ട് പോയല്ലോ, അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കണം, ആവശ്യമുള്ള അവനവൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ്, എരിവ് പോലെങ്കിൽ ഒരു പച്ചമുളകും കൂടി ഇടാം. പിന്നെ ഉപ്പ് ഒക്കെ നോക്കിയിടണം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരൽപ്പം വെളിച്ചെണ്ണ ആവശ്യമുണ്ടെങ്കിൽ വെച്ചാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യണം. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കും. നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ എന്താണോ അത് ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഇട്ടു. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാള അരിഞ്ഞത്, സവാള കുത്തി നെറുക്കി വെച്ചിരിക്കണം. ചെറുതായിട്ട് നെറുക്കി വെച്ചിട്ടാണ് സവാള. ഇത് നന്നായിട്ട് വാടണം. ഇതിലൊക്കെ നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരിഞ്ഞ് മുളക്, അതായത് ഒരു പച്ചമുളക് കാണിച്ചത്, പച്ചമുളകാണിത് പഴുത്തുന്നേ ഉള്ളൂ. അതിലേക്ക് ഇഞ്ചി, അതും കൊത്തിയരിഞ്ഞിട്ട് ചതച്ചു വിടാം. ഞാൻ കൊത്തിയരിഞ്ഞ് വെച്ചു. കറിവേപ്പില ഉണ്ടായിരുന്നു, അത് കുറച്ചിട്ട് ഇന്നിട്ടിട്ട് നമുക്കിത് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ പെട്ടെന്ന് വാടി കിട്ടും. ആവശ്യമുള്ള ഉപ്പ്. ഇത് നന്നായിട്ട് വാടട്ടെ. നമ്മളിനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടണം. അതൊക്കെ അവനവൻ്റെ ആവശ്യത്തിന്, ഓരോരുത്തർക്കും ഇഷ്ടം, എരിവ് എങ്ങനെയാണോ ഇഷ്ടം അതനുസരിച്ച് ഇടാം. വേണമെങ്കിൽ ഇതിന് ടൊമാറ്റോ സോസ് ചേർക്കാം, ടൊമാറ്റോ കുഞ്ഞായിട്ട് അരിഞ്ഞിടാം. അത് ഓരോരുത്തരും ഇഷ്ടമാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു നനവിന് വേണ്ടി ഇതൊന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയുള്ള മതി. കൂടി വന്നാൽ 1-2 ടീസ്പൂൺ. നോക്കണം എങ്ങനെ കുഴഞ്ഞ് കിട്ടിയോ എന്ന് നോക്കണം. അത്ര നിൽക്കാം. ഇതൊന്നും കൂടെ ആവട്ടെ. ഇതായിട്ടുണ്ട്. ഓഫ് ചെയ്യുകയാണ് ഞാൻ. ഇനി ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. നമ്മളിവിടെ വഴറ്റി വെച്ചിട്ടുള്ള ആ ഉള്ളി ഇതാണ്. ഇഡ്ഡലി പാത്രം വെച്ചിരിക്കണ ഇഡ്ഡലി തട്ട് വയ്ക്കാൻ പോവാണ്. ഇവിടെ ഞാൻ ഇഡ്ഡലി മാവ് എടുത്തിട്ടുണ്ട്. ഇത് സാധാരണ ഇഡ്ഡലി മാവ് തന്നെയാണ്. നമ്മൾ ഇഡ്ഡലി തട്ടിലോട്ട് ഒഴിക്കുകയാണ്. ഫുൾ ഒഴിക്കരുത്, ഹാഫ് ഒഴിക്കുക. പകുതി ഇത് നമ്മൾ ഒഴിച്ചു. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ മുകളിൽ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചമ്മന്തി, അതിങ്ങനെ പതുക്കെ ഇട്ട് കൊടുക്കാം. ഓരോരുത്തർ എരിവനുസരിച്ച് വേണം ചമ്മന്തി ഇട്ട് കൊടുക്കാൻ. നമ്മൾ അടുത്തതിൽ ഇതാണ് വെക്കാൻ പോകുന്നത്. ആ സവാളയൊക്കെ വെച്ചിരുന്നില്ല, അതാണ് വെക്കാൻ പോകുന്നത്.
ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, എല്ലായിടത്തും ആവാൻ കഴിയും. ഇത്ര മതി. ഇനി നമ്മളിതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ചെറുതായിട്ട് മാറും. ഇങ്ങനെ ഒഴിച്ചു തുറന്നു നോക്കാമായിട്ടുണ്ടോന്ന്. ആവി വന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇത് ഭംഗിയുണ്ടല്ലേ കാണാൻ. എടുക്കാം. നമുക്കിത് ഓരോന്നായിട്ട് എടുക്കാം. ഇത് കണ്ടോ, ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ മസാല കൂട്ടിട്ടതാണ്. ഇത് ചട്നി വെച്ചതാണ്. നമുക്കിത് എങ്ങനെ ഇനി നമ്മൾ ട്രെയിനിലോ ബസ്സിലോ വണ്ടിയിലോ നമ്മുടെ കാറിലോ ഒക്കെ പോകുമ്പോൾ നമുക്ക് വഴിക്ക് വെച്ച് കഴിക്കണമെങ്കിൽ അനാവശ്യമായിട്ട് ഹോട്ടലുകളിൽ നമുക്കറിയില്ലല്ലോ ഹോട്ടലൊക്കെ നല്ലതാണെന്നും. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സാധനം, ഇപ്പോൾ ഇത് വെച്ചതിന് പകരം ഇഷ്ടമുള്ള സാധനം വയ്ക്കാം. പ്രായമായവർക്കാണെങ്കിലും ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. നമ്മുടെ ശുദ്ധമായിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇത് നമ്മൾ പാക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വഴിക്ക് വെച്ച് കഴിക്കാം. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. ഞാനിപ്പോൾ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ, കാരണം അത് മതി. അതുകൊണ്ട് ആവശ്യത്തിന് നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ വരെ കാണിക്കാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. ഇതുപോലെ ഇപ്പം ഇലയിൽ പൊതിയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു മണവും ഒക്കെ വരും. ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. കണ്ടല്ലോ നിങ്ങൾ. ഇങ്ങനെ നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാം. ഓരോരുത്തർക്ക് ആവശ്യമില്ല. ഇതുപോലെ ഓരോ കണ്ടെയ്നറിലാക്കിയാൽ നമുക്ക് ഇത് പിന്നെ കളയാമല്ലോ വേണമെങ്കിൽ, അല്ലെങ്കിൽ തിരിച്ചുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇതിൻ്റെ കൂടെ ചാറ് ഒഴിക്കാനും കറി ഒഴിക്കാനും പ്രത്യേകം മാത്രം ഒന്നും വേണ്ട. ഇതൊറ്റ എണ്ണം മതി. ഇത് ഈസി ആയിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. കണ്ടല്ലോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലതാണിത്, പെട്ടെന്ന് ഈസി. ഇതുപോലെ എന്തുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ള സാധനം വയ്ക്കാം. കുട്ടികൾക്കാണെങ്കിൽ മധുരമുള്ള സാധനം എന്തെങ്കിലും വയ്ക്കാം, അല്ലെങ്കിൽ മസാല തന്നെ വയ്ക്കാം. മസാല ദോശയ്ക്ക് ഉണ്ടാക്കുന്ന മസാല വയ്ക്കാം. നമുക്കിഷ്ടമുള്ള സാധനം, മുളക് ചമ്മന്തി ഉണ്ടല്ലോ, മുളകും ഉള്ളിയും കൂടെ അത് വയ്ക്കാം. എന്ത് വേണമെങ്കിലും വയ്ക്കാം. ഇതുപോലെ വെച്ചുകൊണ്ട് നമുക്ക് സുഖമായിട്ട് കഴിക്കാം. നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. കണ്ടോ, ഇങ്ങനെ വരും. ഇങ്ങോട്ട് കഴിച്ചാൽ മതി ഉറപ്പേ. ഇത് മറ്റേ മസാല വെച്ചാണ്, ഇത് ചമ്മന്തി വെച്ചതാണ്. നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് വയ്ക്കാം കേട്ടോ. വളരെ ഈസിയാണ്. ഒട്ടും വെള്ളം യാത്രയൊക്കെ പോകുമ്പോൾ ഭയങ്കര പെട്ടെന്നാവും. ഇതുപോലെ പുട്ടും എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം. ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി. നമസ്കാരം.